ജാൻവി കപൂറൊക്കെ വെറും വേസ്റ്റ്, മുഖം ഒഴിച്ച് ബാക്കി എല്ലാം അഭിനയിക്കുന്നുണ്ട്. മാസ് വേറെ, ഇത് പുള്ളിയെ പൊക്കാൻ വേണ്ടി ഭയങ്കര കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി. ബ്രോ പടത്തിന്റെ ക്ലൈമാക്സിൽ തന്നെ കാണിക്കുന്നുണ്ട്, പെട്ടി പട്ടിയായിട്ടാ പോയത്. ഒന്നുമില്ല, ഒരു നോർമൽ ഒരു സംഭവം പോലും കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര വെറുപ്പീരി ഫീലിലേക്കാണ് കൊണ്ടുവന്നത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പിന്നെ ഓക്കെ ഫീൽ ഉണ്ടെന്നേ ഉള്ളൂ, എന്നിരുന്ന പോലെ ഒന്നുമില്ല. ജാൻവി കപൂറൊക്കെ വെറും വേസ്റ്റ്, മുഖം ഒഴിച്ച് ബാക്കി എല്ലാം അഭിനയിക്കുന്നുണ്ട്. ആ അവസ്ഥയാണ്, പടം കൊള്ളത്തില്ല. ജാൻവി കപൂർ വെറും ക്ലീവേജ് കാണിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണോ? അത് തന്നെയാണ് പറഞ്ഞത്, മുഖം ഒഴിച്ച് ബാക്കി എല്ലാം അഭിനയിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പടത്തിൽ കൊണ്ട് വെക്കേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. എല്ലാ പടത്തിലും അങ്ങനെയാണ് ജാൻവി ഡ്രസ്സിങ്ങും ക്ലീവേജും കാര്യങ്ങളും തന്നെ കാണിക്കുന്നത്. ഇതാണ് പറഞ്ഞത്, മുഖം ഒഴിച്ച് ബാക്കി എല്ലാം അഭിനയിക്കുന്നുണ്ട്, വേറെ ഒരു ഗുണവും ഇല്ല. ബാക്കി പിന്നെ അല്ല, എ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഈ പടത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാവുന്നില്ല. രാംചരൺ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡിക്കേഷൻ ഒക്കെ ചെയ്ത് ഒരുപാട്. രാംചരന്റെ ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ പടത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നില്ല, അത്രേ ഉള്ളൂ. ബ്രോ വളരെ മോശം ഒരു പടമാണ്. നമ്മള് സ്ക്രിപ്റ്റ് ആണോ പ്രശ്നം, അതോ സ്ക്രിപ്റ്റിൽ ഭയങ്കര രീതിക്ക് മാസം എന്നല്ല, മാസ് വേറെ, ഇത് പുള്ളിയെ പൊക്കാൻ വേണ്ടി ഭയങ്കര കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി പടം ഇതാക്കി വെച്ചേ. രാംചരൺ ഫാൻസിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. അപ്പൊ നമ്മൾ ടേസ്റ്റ് വെച്ച് ഈ ഫാൻസ് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരുണ്ട്, അവർ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ തന്നെ വെറുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു പക്കാ രക്ഷകൻ റോളാണ്. രക്ഷകനല്ല, രക്ഷകൻ തന്നെ പറയാം. നമ്മളെ വിജയ് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി വിജയുടെ സിനിമ ലാസ്റ്റ് വിജയ് പറയുന്നത് പോലെ പുള്ളിയും കൂടെ മൈക്കെടുത്ത് പുള്ളിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പ്ലെയർ ഇന്ത്യൻ ടീമിലുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഫുള്ള് ഇന്ത്യൻ ടീമിലുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീം പുള്ളി ഒരു പ്ലെയർ മാത്രമല്ല, പുള്ളി കുസ്തിക്ക് ഉണ്ട്. ഒളിമ്പിക്സിൽ പോയ ഒളിമ്പിക്സിന് മെഡൽ അടിക്കും, ക്രിക്കറ്റിൽ വന്ന ക്രിക്കറ്റിലും വേൾഡ് കപ്പ് അടിക്കും. 2020-ലും പുള്ളിയുള്ള ടീം പിന്നെ വേറെ ഓപ്പോസിറ്റ് ടീം കളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇന്ത്യൻ ടീമിലുണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിലും സ്പോർട്സിൽ ഫുൾ നമ്മൾ ജയിക്കും. പുള്ളി ചേപ്പാക്ക സ്റ്റേഡിയത്തിൽ 6 അടിച്ചാൽ അത് ഇങ്ങ് നാറോയിൽ വന്നായിരിക്കും വീഴുന്നത്. അങ്ങ് അമ്മ അതിൽ 6കളാണ് അടിക്കുന്നത്. അങ്ങനെയാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അത്ര കണക്ട് ആയില്ല, ഒരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ക ഒരു സ്പോർട്സ് ഡ്രാമയാണോ അതോ? അല്ല, സ്പോർട്സ് ഡ്രാമ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. സ്പോർട്സ് ആണ് നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്ന കാണാൻ പറ്റില്ല. ഒരു ടിപ്പിക്കൽ തെലുങ്കു മൂവീസ് അങ്ങനെ വില്ലേജ് വൈബ് ഒക്കെ ഉണ്ട്, ഓക്കെയാണ്. ഒരു കംബാക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തോ പറയണേ, നമ്മളീ സർപ്പട്ട പരമ്പരയൊക്കെ കണ്ടില്ലേ, ആ വൈബ് പോലും എത്തിയിട്ടില്ല. ഭയങ്കര സൂപ്പർ. കേരള ഓഡിയൻസിനെ കണക്ട് ആവും, പാടായിരിക്കും, ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഹാഫ് വെച്ച് ലാഗ് ഉണ്ട്. അത് എന്തൊക്കെ കുത്തിക്കയറ്റിയ കുറെ സീൻസും അങ്ങനെ ഫീൽ ചെയ്തത്. അത്ര കണക്ട് വെച്ച് പാടാണ്. ആവറേജ് എങ്ങനെയുണ്ട്? ആവറേജ് നമ്മൾ സാധാ കണ്ടുപിടുത്ത സ്പോർട്സ് മൂവി തന്നെ, ഡിഫറെന്റ് അപ്രോച്ച് ആയിട്ടൊന്നും ഇല്ല. പിന്നെ രാംചരണ് കൊള്ളാം, നന്നായിട്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ഡ്രാഗ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് ഇല്ല, ഫസ്റ്റ് ഹാഫ് ലാഗായിട്ട്. സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പ്രതീക്ഷ തന്നെ. സാധാ സ്പോർട്സ് മൂവി ആണെന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, പക്ക ഒരു തിയേറ്ററിൽ സ്റ്റഫ് ആണോ അതോ? അങ്ങനെ തോന്നിയില്ല, കുഴപ്പമില്ല. രാംചരൺ പക്ക മാസം സ്പോർട്സ് ഡ്രാമയാണോ? സ്പോർട്സ് ആണോ? സ്പോർട്സ് ആണ്, ഫുൾ സ്പോർട്സ് ആണ്. എ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് അടിപൊളിയാണ്. പക്ക ഒരു തിയേറ്ററിക്കൽ സ്റ്റഫ് ആണോ? ശരിക്കും അടിപൊളി പറ. 3 മണിക്കൂർ ലാഗ് വല്ലതും ഉണ്ടായിരുന്നു? ചെറുതായി. ഓക്കെ, ആ ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ? ട്വിസ്റ്റിന്റെ പ്ലോട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആവറേജ് മൂവി. എങ്ങനെയുണ്ട്? രാംചരന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് കൊള്ളാം, പടം ആവറേജ്. ജാൻവി ഒക്കെ ഉണ്ടായിരുന്നു? ജാൻവി അതൊരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു, രസമില്ല. ആവറേജ് മൂവി. പക്ക ഒരു സ്പോർട്സ് ഡ്രാമയാണോ അതോ നോർമൽ സ്പോർട്സ് മൂവിയാണോ അതോ എന്തെങ്കിലും? കുറെ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ, വലിയതായിട്ട് പഞ്ചൊന്നുമില്ല. നോർമൽ മൂവി. ക്ലൈമാക്സ് ഒക്കെ ഗൂസ് ബംസ് ഉണ്ടോ? ഇല്ല, മൂവി നല്ല എന്ത് വലിച്ചു നീട്ടുന്നു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. നല്ല ലാഗ്, വളരെ നല്ല. സെക്കൻഡ് ഹാഫ് ഓക്കെ ആണോ? സെക്കൻഡ് ഹാഫ് പുള്ളിയെ കുറച്ച് മോട്ടിവേഷൻ അല്ലാതെ വേറെ വലിയ കഥയായിട്ടൊന്നുമില്ല. പഴയ കേട്ടോടുത്ത സ്റ്റോറി തന്നെ.